ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്റർ 3, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ, പാരലൽ ലൈൻസ്. അപ്പോൾ നമുക്ക് പാരലൽ ലൈൻസിനെ കുറിച്ചൊക്കെ അറിയാമല്ലേ. അപ്പോൾ ഈ പാഠത്തിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷനും കുറച്ച് പ്രോബ്ലംസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസാണ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ? ഇതുപോലെയുള്ള ലൈൻസുകൾ അല്ലേ. നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ നിങ്ങൾ കാണില്ലേ? റൂൾഡ് നോട്ട്ബുക്സ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഇങ്ങനെ. അതായത് ഈ പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താ? ഇത് എത്ര നമ്മൾ നീട്ടിപ്പോയാലും ഈ രണ്ട് ലൈൻസും എവിടെ ചെന്നാലും കൂട്ടിമുട്ടില്ല അല്ലേ. ഇൻഫിനിറ്റി വരെ ഇതിങ്ങനെ തന്നെ പൊയ്ക്കോളും. അതായത് ഇങ്ങനെ കൂട്ടിമുട്ടാത്ത ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈൻസൊക്കെ എന്താണ്? പാരലലാണ്. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്സിലൊക്കെ കാണുന്ന ലൈൻസ് പാരലലാണ് അല്ലേ, നല്ല പാരലായിട്ടുള്ള ലൈൻസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് തിയറംസ് പഠിക്കാനുണ്ട്. തിയറംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. അതായത് അതിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് എപ്പാർട്ട് കട്ട് എനി അതർ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ്. ഒന്നുമില്ല, ഇപ്പം ഇങ്ങനത്തെ ഇപ്പോൾ കുറേ പാരലൽ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമ്മളൊരു ലൈൻ ഇതിന് ഇങ്ങനെ വരച്ചെന്ന് വിചാരിക്കുക. ഇതിന്മേൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരയ്ക്കുന്ന ലൈന്, ഈ പാരലൽ ലൈൻസ് നമ്മൾ വരച്ച ഈ ലൈന്, ഞാൻ വരച്ച ഈ ലൈനെ ഞാൻ AB എന്ന് പേര് കൊടുക്കാം. AB എന്ന ലൈനിനെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ നോക്കി നോക്കിയേ, ഈ രണ്ട് ലൈൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം അല്ലേ, X എന്ന് കൊടുക്കാം, ഇത് Y, ഇത് Z. കണ്ടോ, ഈ ഓരോ കഷ്ണങ്ങളും X എന്ന് പറയുന്ന കഷ്ണവും Y എന്ന് പറയുന്ന കഷ്ണവും Z എന്ന് പറയുന്ന കഷ്ണമൊക്കെ ഈക്വൽ അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? ഈ ലൈനിനെ, ഈ പാരലൽ ലൈൻസ് എന്തായി ചെയ്തു? ഈക്വലായിട്ട് കട്ട് ചെയ്തു. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതായത് പാരലൽ ലൈൻസ് സെയിം ഡിസ്റ്റൻസ് എപ്പാർട്ട്, അതായത് ഒരേ ഡിസ്റ്റൻസിൽ എന്താണ് വെച്ച് അങ്ങനെ ഡിസ്റ്റൻസുള്ള ഈ പാരലൽ ലൈൻസ് ഏതൊരു അതർ ലൈനിനെയും, നമ്മൾ വരച്ച വേറെ ഏതൊരു ലൈൻ, ഇപ്പോൾ നിങ്ങൾ വേറെ ഒരു ലൈൻ വരച്ചോളൂ. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ലൈൻ വരച്ചു, PQ എന്നൊരു ലൈൻ വരച്ചു. ഇതിനെ ആയാലും നോക്കിയേ, ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെ ഈ ഒരു പീസ് അതേ കഷ്ണത്തിൻ്റെ ലെങ്ത് തന്നെയല്ലേ ഈ ഒരു പീസ്, അത് തന്നെയായിരിക്കും ഈ ഒരു പീസ്. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇതാണൊരു നമ്മൾ ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു തിയറം എന്ന് പറയുന്നത്. അതായത് പാരലൽ ലൈൻസ് ഏതൊരു ലൈനിനെയും ഈക്വൽ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളിതിനെ ചെരിച്ച് വരച്ചാലും, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കുറേ പാരലൽ ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ നേരെയുള്ള AB എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചത്. ABയും PQ ഒക്കെ എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു അല്ലേ. ഇനി നമുക്കതിന് പകരം ഈ പാരലൽ ലൈൻസ് തന്നെ വരച്ചിട്ട് സ്ലാൻഡിങ് ലൈൻസ് സ്ലാൻറ്റഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വരച്ചാലും ഈ ഇടയിൽ വരുന്ന ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ സ്ലാൻറ്റഡ് ലൈൻ ആണെങ്കിലും കുഴപ്പമില്ല, ഈ ഡിസ്റ്റൻസ് എന്താണ്? ഒരേ ഡിസ്റ്റൻസിൽ തന്നെയാണ് ഈ പാരലൽ ലൈൻസ് ആ ലൈനെ കട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഈ X എന്ന് പറയുന്ന മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഈ Y എന്ന് പറയുന്നത്, അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് Z കിട്ടുക. അതായത് നേരെ വരച്ചാലും ചെരിച്ച് വരച്ചാലും പാരലൽ ലൈൻസ് ഈ നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ ഒരേ റേഷ്യോയിൽ, അതായത് ഒരേ ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്യുക. അതായത് ഈക്വൽ പീസുകളായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി പാരലൽ ലൈൻസ് വിച്ച് കട്ട് വൺ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ് കട്ട് ഓൾ ലൈൻ ഇൻ ടു ഈക്വൽ പീസസ്. അതായത് ഒരു ലൈനിന് ഈക്വൽ പീസായി കട്ട് ചെയ്താൽ ബാക്കി എല്ലാ പീസുകളെയും ഈക്വൽ പീസായി കട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും. അതായത് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ ഈക്വൽ പീസുകളായിട്ട് കട്ട് ചെയ്യും. കണ്ടോ, ഇവിടെ ഇപ്പോൾ സ്ലാൻഡഡ് ലൈനാണ് വരച്ചതെങ്കിലും അതിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻ, ഇതിനെ ഞാൻ MN എടുത്തു. ഈ M എന്ന് പറയുന്ന സ്ലാൻഡ് ചെയ്ത് വരച്ച സ്ലാൻറ്റഡ് ലൈൻ ആണെങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്? ആ ലൈനിനെ, ഈ പാരലൽ ലൈൻസ് ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിത് വെച്ചൊരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ഹൗ വി കട്ട് 7 സെൻറ്റിമീറ്റർ ലൈൻ ഇൻ ടു 3 ഈക്വൽ പാർട്സ്. അതായത് എങ്ങനെ നമുക്കൊരു 7 സെൻറ്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്ടുകളാക്കി മാറ്റാം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു 7 സെൻറ്റിമീറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ ലൈനിനെ നമുക്ക് എങ്ങനെ ഈക്വലാക്കാം?
നമ്മളിങ്ങനെ ചെയ്യാറ് 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 2 6 കിട്ടും, ബാക്കി റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ റിമൈൻഡർ 1 കിട്ടുമ്പോൾ അതെന്താണ് 2 and 1/3 ആണ് അല്ലേ നമുക്ക് കിട്ടുക. ഇതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 and 1/3 എന്ന് എഴുതി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ്. ഏത് ഒരു കഷ്ണത്തിൻ്റെ, അതായത് 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിനെ 3 ഈക്വൽ കഷ്ണങ്ങളാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം 2 and 1/3 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ സ്കെയിലിൽ ഈ 2 and 1/3 എടുക്കാനുള്ള യാതൊരു മെഷർമെൻറ്റും ഇല്ല അല്ലേ. നമ്മുടെ സ്കെയിലിൽ നമുക്ക് 1/2 എടുക്കാം, 2.5 എടുക്കാം, 3.5 എടുക്കാം, അങ്ങനെ എടുക്കാമെന്നല്ലാതെ ഈ ഒരു മെഷർമെൻറ്റ് നമ്മുടെ സ്കെയിലിൽ നമുക്ക് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് വരയ്ക്കാനായിട്ട് നമുക്കാണെങ്കിൽ 7 സെൻറ്റിമീറ്ററിനെ 3 കഷ്ണങ്ങളാക്കി അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ്, നമ്മൾ പഠിച്ച ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 7 സെൻറ്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കണേ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 6 സെൻറ്റിമീറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായേനെ അല്ലേ. 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നോക്കിയേ, നമ്മളൊരു 6 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. അപ്പോൾ അതിനെ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3 × 2 6 അല്ലേ. കറക്റ്റ് 2 സെൻറ്റിമീറ്റർ വെച്ച് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇവിടെ നിങ്ങളുടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ നിങ്ങളുടെ 2 സെൻറ്റിമീറ്റർ, അങ്ങനെ നോക്കി 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 ഈക്വൽ കഷ്ണമാക്കായിരുന്നു. പക്ഷേ ഇവിടെ 7ൻ്റെ കേസിൽ നമ്മൾ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, റിമൈൻഡർ 1 കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ നമുക്ക് 2 and 1/3 എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് സ്കെയിലിൽ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ 7ൻ്റെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട്, അതായത് കറക്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പറുകൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്ത പോലെ 7ൻ്റെ അടുത്തൊരു നമ്പർ തന്നെയാണ് 6 അല്ലേ. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ഈക്വൽ കഷ്ണങ്ങളാക്കാൻ പറ്റുന്ന 12ന് എടുക്കാം. കാരണം 3 × 4 ആണ് നമുക്ക് 12 എന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോ കഷ്ണം 4 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത് മതി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഈക്വൽ കഷ്ണം കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് 6 എടുക്കാം. 6 ആകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3ആയിട്ട് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 7 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ 7 സെൻറ്റിമീറ്ററിനെ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പോസിബിൾ അല്ല സ്കെയിലിൽ. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് വരുന്ന ഏതെങ്കിലും നമ്പറുകൾ, അതായത് കറക്റ്റ് 3 പാർട്സ് ആക്കാൻ പറ്റുന്ന സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ നമുക്ക് 6നെയും അതുപോലെ 12 സെൻറ്റിമീറ്ററിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും 3യുടെ ടേബിളിലുള്ള നമ്പേഴ്സാണ് അല്ലേ. അതുപോലെ 9 എടുക്കാൻ വേണമെങ്കിൽ എത്രയാണ്, 3 × 3 9 ആണ്. അപ്പോൾ ഓരോന്നും 3 വെച്ചെടുത്താൽ മതി. അതായത് 3 സെൻറ്റിമീറ്റർ വെച്ചെടുത്താൽ നമുക്ക് 9നെ, ഇപ്പോൾ 9 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു, അതിന് നമുക്ക് 3 സെൻറ്റിമീറ്റർ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ എത്രയായി, 9 ആയല്ലോ. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ചോയ്സാണ്, 6 എടുക്കണോ 12 എടുക്കണോ 9 എടുക്കണോ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിന് എല്ലാത്തിനും നമുക്ക് 3 കഷ്ണങ്ങളാക്കാനായിട്ട്, ഈക്വൽ പാർട്സുകളാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് എങ്ങനെ വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 ആണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 6 ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 12 എടുക്കണമെങ്കിൽ 12 എടുക്കാം, 9 എടുക്കണമെങ്കിൽ 9 എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 6 എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, 6 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, 6 സെൻറ്റിമീറ്റർ ലൈനിനെ നമ്മൾ 2 അതായത് 2 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് 3 ഈക്വൽ കഷ്ണങ്ങളാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇതിനെ ഇവിടെ 2 വെച്ച് കട്ട് ചെയ്തു, ഇവിടെ ഒരു 2 വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ നീട്ടി, ഇത് 2 സെൻറ്റിമീറ്റർ നീട്ടി, ഇത് 2 സെൻറ്റിമീറ്റർ നീട്ടി, ഇത് മൊത്തം 6 സെൻറ്റിമീറ്റർ ആണ്. ഇതെല്ലാം നമുക്ക് വരയ്ക്കേണ്ടത്. പക്ഷേ നമുക്ക് ഇത് വരച്ചാലേ നമ്മുടെ 7 സെൻറ്റിമീറ്ററിനെ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് 7 സെൻറ്റിമീറ്റർ സ്കെയിലിൽ 3 കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഇതുപോലെ എടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് 6ന് പകരം ഈ 12 അല്ലെങ്കിൽ 9 എടുത്തിട്ട് നിങ്ങൾ എടുക്കുന്ന 12 ആണെങ്കിൽ 4 4 4 അങ്ങനെ മെഷർ ചെയ്യേണ്ടി വരും. 9 ആണ് എടുക്കണമെങ്കിൽ 3 3 3 എന്ന് മെഷർ ചെയ്യേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 7 സെൻറ്റിമീറ്റർ ഇതുപോലെ
മെഷർ ചെയ്തെടുക്കാം. ഓക്കെ, 7 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തെടുത്തു. അപ്പോൾ ഈ 7 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ട് ഈ ഒരു എൻഡ് പോയിൻറ്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് നമുക്കിനി ലൈൻസ് കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ലൈൻസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട് 7 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ 7 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് നോക്കിയേ, ഈ ഓരോ ലൈനിലും, ഈ വരച്ചിരിക്കുന്ന ഓരോ ലൈനിൽ വെച്ചിട്ടും മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈനിനെയും അതെന്ത് ചെയ്യും, ഇതിനെ കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇതിനെയും ഈക്വലായിട്ട് കട്ട് ചെയ്യുമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് പാരലായിട്ടാണ് നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പാരലായിട്ട് വരച്ചു. നിങ്ങൾക്ക് പാരലായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി നിങ്ങളിതുപോലെ സ്കെയിൽ വയ്ക്കുക. സ്കെയിൽ വെച്ച് ഇത് നേരെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കറക്റ്റ് ഈ പോയിൻ്റ് എത്തുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, പിന്നെ വീണ്ടും നീക്കുമ്പോൾ സ്കെയിൽ നീക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇത് മാത്രം സെറ്റ് സ്ക്വയർ മാത്രം നീക്കിയാൽ മതി. ഇവിടേക്ക് നിങ്ങൾ മുകളിലേക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ വരച്ച ഈ 7 സെൻറ്റിമീറ്ററിനെയും ഇതാ ഈ 3 ഈക്വൽ കഷ്ണങ്ങളാക്കിയത് കട്ട് ചെയ്യും. കാരണം ഇതെല്ലാം പാരലൽ ലൈൻസാണ്. ഇത് ഈ എ ബി സി ഇതൊക്കെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് അല്ലേ. അപ്പോൾ അതെന്തായാലും എന്താണ്, നമ്മൾ ഈ വരച്ച 7 സെൻറ്റിമീറ്ററിനെ അത് ഈക്വലായിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, 7 സെൻറ്റിമീറ്ററിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 2 and 1/3 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഓരോ പീസും എന്തായിരിക്കും, 2 and 1/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കാൻ പറ്റാത്ത അളവുകളെ, കട്ട് ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് അറിയാവുന്ന ഒരു മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 7 വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുത്തു. ആ 6 സെൻറ്റിമീറ്ററിനെ നമ്മൾ 3 കഷ്ണങ്ങളായി കട്ട് ചെയ്തു. അതിൻ്റെ പാരലൽ ലൈൻസ് നമ്മൾ വരച്ചിട്ട് നമ്മൾ ഈ വരച്ച 7 സെൻറ്റിമീറ്ററിന് എന്തായി, ഈക്വലാക്കി 3 പീസാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 7 സെൻറ്റിമീറ്ററിനെ ഈക്വൽ 3 പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാനായിട്ട് നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. അതിൽ ഹൗ വി ക്യാൻ കട്ട് 10 സെൻറ്റിമീറ്റർ ലൈൻ ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. എന്ന് വെച്ചാൽ എന്താ, ഒരു 10 സെൻറ്റിമീറ്റർ ലൈനിനെ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കണം. ഇവിടെ 7 സെൻറ്റിമീറ്റർ ലൈനിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയ പോലെ ഇവിടെ 10 സെൻറ്റിമീറ്ററിനെയാണ് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് 10നെ 3 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ 3 and 1/3 എന്നാണ് നമുക്ക് കിട്ടുക. ഈ 3 and 1/3 നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ സ്കെയിലിൽ 3 and 1/3 എന്ന് പറഞ്ഞൊരു മെഷർമെൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് സ്കെയിലിൽ 3 കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റില്ല. അതായത് 3 പാർട്സാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോസിബിൾ അല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 10ൻ്റെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മളിപ്പോൾ 7 എടുക്കാനായിട്ട് 7ൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ്, അതായത് 3 കൊണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം, 3 പാർട്സ് ആക്കാൻ പറ്റുന്ന നമ്മൾ നമ്പേഴ്സ് എടുത്തു അല്ലേ. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, 10ന് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 6 എടുക്കാം, 12 എടുക്കാം, 9 എടുക്കാം, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 3 പീസ് തന്നെയാണ് ആക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. അപ്പോൾ ഞാനിനി വേറെ ഒരെണ്ണം എടുത്ത് നിങ്ങളെ കാണിക്കാം. ഞാൻ 9 എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ 9നെ നമുക്ക് 3 ഈക്വൽ പീസ് ആക്കാമല്ലോ. എങ്ങനെയാണ്, 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അങ്ങനെ 3 കഷ്ണമാക്കിയൂടെ. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു 10 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. 10 സെൻറ്റിമീറ്റർ ലൈൻ നിങ്ങൾ വരയ്ക്കാം. സ്കെയിലെടുത്ത് 10 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ആണ്. നേരത്തെ നമ്മൾ ഇവിടെ എന്താ എടുത്തത്, അതായത് ഈക്വൽ പീസ് ആക്കാൻ പറ്റുന്നതാണ് എടുത്തത് അല്ലേ. ഇത് ഞാൻ തിരിച്ചാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ എടുത്തത് എന്താണ്, നമ്മൾ ആദ്യം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മെഷർമെൻറ്റാണ് അടിയിലെടുത്തത്. ഞാനിവിടെ രണ്ടാമത്തേൽ ആദ്യം എടുക്കുന്നത്
നമുക്ക് മെഷർ ചെയ്യേണ്ട 10 സെൻറ്റിമീറ്ററിനെയാണ്. എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല, 2 മെത്തേഡിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യേണ്ട ലൈനാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് നേരത്തെ എടുത്ത പോലെ നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടറിൽ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? നമ്മൾ ഏതെടുക്കാമെന്നാണ് പറഞ്ഞത്? 9 സെൻറ്റിമീറ്റർ എടുക്കാമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 9 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മളിതിനെ ഈക്വൽ പാർട്സ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കോമ്പസിൽ 9 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 9 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കാം. 9 സെൻറ്റിമീറ്റർ ആർക്കിനെ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ആർക്കിലേക്കൊരു ലൈൻ വരച്ച് അതിനൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ 9 സെൻറ്റിമീറ്റർ, ഇതാണ് നമ്മുടെ 9 സെൻറ്റിമീറ്റർ. ഈ 9 സെൻറ്റിമീറ്ററിനെ നമുക്ക് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് 3 ഈക്വൽ പാർട്സുകളാക്കാമല്ലോ. ചെയ്തൂടെ? അപ്പോൾ ദേ 1 2 3, 3ൻ്റെ അവിടെ ഒരു ഡോട്ട് കൊടുക്കാം. ഇനി അടുത്ത 3 എവിടെ വരും? 1 2 3, ഇവിടെ ഒരു കുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 9 എന്ന് പറഞ്ഞ ലൈനിനെ നമ്മൾ ഈക്വൽ സെൻറ്റിമീറ്ററുകളാക്കി ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഈ ലൈനിലേക്ക്, നമ്മുടെ 10 സെൻറ്റിമീറ്റർ ലൈനിലേക്ക് ഈക്വലായിട്ട് വരയ്ക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ ലൈന് ഇവിടെ നിന്ന് നമ്മൾ ഈ അറ്റത്തേക്കാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമ്മുടെ 10ൻ്റെ അറ്റത്തേക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റിൽ നിന്നും വരയ്ക്കണം. അപ്പോൾ നിങ്ങളത് സെറ്റ് സ്ക്വയറിൻ്റെ സഹായത്തോട് വരച്ചാൽ മതി, അല്ലെങ്കിൽ ഈ പാരലൽ ലൈന് നിങ്ങൾക്ക് തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കാം. സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് മാത്രം നീക്കിയാൽ മതി. ഇത് നമ്മുടെ സെറ്റ് സ്ക്വയർ മാത്രം നീക്കുക, സ്കെയിൽ മാറ്റണ്ട. നിങ്ങളിവിടെ വെച്ചല്ലോ, ഇത് വെച്ച് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മാത്രം നീക്കി കൊടുക്കുക. ഈ പാരലലായിട്ട് വരുന്ന ലൈൻ തന്നെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇങ്ങനെ നീക്കി ഈ പോയിൻ്റ് എത്തുമല്ലോ, ഈ പോയിൻ്റ് എത്തുമ്പോൾ താഴത്തേക്ക് വരയ്ക്കാം. അടുത്തത് വീണ്ടും നീക്കുക, സ്കെയിൽ നീക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമ്മുടെ പോയിൻ്റ് എത്തുമ്പോൾ അതും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ഈ ലൈനിനും ഇതെന്തായി? 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? എത്രയാണ് നമ്മൾ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3 and 1/3 അല്ലേ? അപ്പോൾ ഈ ഓരോ കഷ്ണം എന്തായിരിക്കും? 3 and 1/3, 3 and 1/3, 3 and 1/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യേണ്ട ലെങ്ത്തിന് താഴെയും ഇവിടെ നമ്മൾ മുകളിലായിരുന്നു എടുത്തത് 7, ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈൻ ഏതാണോ നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനൊരു 3 ഈക്വൽ പാർട്സ് ആക്കുന്നു, അതിൽ നിന്ന് പാരലലായിട്ടുള്ള ലൈൻസ് നമ്മൾ മറ്റേ ലൈനിലേക്ക് വരയ്ക്കുന്നു. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിനെ ഈക്വൽ പാർട്സുകളാക്കുക. നമുക്ക് തരുന്ന സെൻറ്റിമീറ്ററിന് ഒരിക്കലും നമുക്ക് സ്കെയിലിൽ മെഷർ ചെയ്ത് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ അതിനെ ഈക്വൽ പാർട്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള തിയറി എന്താണ്? പാരലൽ ലൈൻസ് എന്ത് ചെയ്യും? അതിൽ കൂടെ വരുന്ന ലൈൻസുകളെ ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യും. ഇപ്പോൾ ഇതൊക്കെ പാരലൽ ലൈൻസ് ആണ് അല്ലേ? ഈ പാരലൽ ലൈൻസ് എന്താ ചെയ്തത്? അതുമേ വന്ന 2 ലൈൻസ് അല്ലേ ഇവർ, അതായത് നമ്മുടെ 10 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും അവരെ ഈക്വൽ കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ് കിട്ടിയത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നമുക്കറിയാം 3 വെച്ച് നമ്മൾ ചെയ്തത് കൊണ്ടാണ് മറ്റേ പീസിനെ നമുക്ക് ആ ഒരു തിയറി വെച്ചിട്ട് ഈക്വൽ ആക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. ഓക്കെ, എന്നോട് പറഞ്ഞിരിക്കുന്നത് 11 സെൻറ്റിമീറ്റർ പെരിമീറ്ററുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അതായത് 11 സെൻറ്റിമീറ്റർ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പഠിക്കാൻ. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ 11 വരണം. അതായത് ഈ 3 സൈഡും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 സെൻറ്റിമീറ്റർ എന്ന് വരണം. അപ്പോൾ ഇതിൽ ഓരോ സൈഡും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 3 × 3 9, ബാക്കി 2, അതായത് 3 and 2/3 എന്ന് വരും നമുക്ക് അല്ലേ? അതായത് ഈ ഒരു സൈഡ് 3 and 2/3 വരയ്ക്കണം. കാരണം 11 സെൻറ്റിമീറ്ററാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ ഓരോ സൈഡും എത്രയായിരിക്കും? 3 and 2/3 ആയിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ നമുക്ക് ഈ 3 and 2/3 എടുത്ത് വരയ്ക്കാനുള്ള മെഷർമെൻറ്റ് നമ്മൾ സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 11 സെൻറ്റിമീറ്റർ നമ്മൾ ഈക്വൽ 3 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് 3 and 2/3 എന്ന് കിട്ടുമല്ലോ. എന്നിട്ട് ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട്
നമുക്ക് ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ 11 സെൻറ്റിമീറ്റർ എന്നുള്ള ലൈനിനെയും അതുപോലെ ഈ 11 ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുന്ന ഒരു ലെങ്ത്ത് ഉള്ള ലൈനും എടുക്കണം. അപ്പോൾ നമുക്ക് 9 സെൻറ്റിമീറ്റർ എടുക്കാം അല്ലേ? 9 സെൻറ്റിമീറ്ററിന് നമുക്ക് 3 സെൻറ്റിമീറ്റർ പ്ലസ് 3 സെൻറ്റിമീറ്റർ പ്ലസ് 3 സെൻറ്റിമീറ്റർ അങ്ങനെ 3 ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ലേ? അതിൽ നിന്ന് നമുക്ക് 11 സെൻറ്റിമീറ്ററിന് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളിങ്ങനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 9 സെൻറ്റിമീറ്ററിനെ വരയ്ക്കാം. അപ്പോൾ 9 സെൻറ്റിമീറ്റർ നിങ്ങളുടെ സ്കെയിലിൽ വരയ്ക്കാം. അപ്പോൾ 9 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ വരച്ചു. അതിനെ നമ്മൾ 3 ഈക്വൽ 3 3 3 വെച്ചിട്ട് 3 ഈക്വൽ പാർട്സാക്കി മാറ്റുക. ഇവിടെ ഒരു 3 മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു 3 മാർക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ നോക്കൂ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ. ടോട്ടൽ ഇത് 9 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ടോട്ടൽ നമുക്കിത് 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കാം. ഇതിൽ നമുക്ക് ഈ ലൈനിന് എത്രയാണ് എടുക്കേണ്ടത്? 11 സെൻറ്റിമീറ്റർ ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ 11 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 11 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കാം. 11 സെൻറ്റിമീറ്റർ സ്കെയിലിൽ മെഷർ ചെയ്തെടുക്കുക. 11 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. ഓക്കെ, കറക്റ്റായിട്ട് 11 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കാം. ഇത് നമുക്ക് 11 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഈ 11 സെൻറ്റിമീറ്റർ നമ്മൾ ഈ ലൈനെ കട്ട് ചെയ്ത് ഒരു ആർക്ക് വരയ്ക്കാം. നമുക്കിവിടെ വരെ എന്താണ്? ഇത് 11 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇത് 11 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ പോയിൻ്റ് 11 സെൻറ്റിമീറ്ററിൻ്റെ ഈ പോയിൻറ്റും നമ്മുടെ ഈ പോയിൻറ്റും നമ്മൾ ജോയിൻ ചെയ്യാം. 9 സെൻറ്റിമീറ്റർ തമ്മിലുള്ള ലൈൻസ് തമ്മിലുള്ള എൻഡ് പോയിൻറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പാരലായിട്ട് വരുന്ന ലൈൻസ്, ഈ ലൈനിന് പാരലായിട്ട് ഈ പോയിൻറ്റിലേക്കും ഈ പോയിൻറ്റിലേക്കും ലൈൻസ് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് എന്താണ് ചെരിയാതെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിൽ ആദ്യം നമ്മൾ എടുക്കുന്ന സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നിങ്ങൾ ഇതാണല്ലോ നമ്മൾ ഇതാണല്ലോ നമ്മുടെ ലൈൻ, അതിലിങ്ങനെ ചേർത്ത് വയ്ക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്കെയിലും ചേർത്ത് വയ്ക്കുക. സ്കെയിൽ ഇനി മാറ്റണ്ട, ഈ നമ്മുടെ സെറ്റ് സ്ക്വയർ മാത്രം നീക്കുക. എന്നിട്ട് നമ്മുടെ ഈ പോയിൻ്റ് എത്തുമല്ലോ, പോയിൻ്റ് എത്തുമ്പോൾ അവിടെ വെച്ച് ആ ലൈൻ അങ്ങോട്ട് മുകളിലേക്ക് വരയ്ക്കുക. അടുത്ത് വീണ്ടും സ്കെയിൽ അവിടെ തന്നെ വെച്ച് സെറ്റ് സ്ക്വയർ നീക്കിയിട്ട് അടുത്ത പോയിൻ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. ഇങ്ങനെ വെച്ച് വരയ്ക്കുമ്പോൾ പാരലൽ ലൈൻസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ 11 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ഈ വരച്ച ഇതാണല്ലോ നമ്മുടെ 11 സെൻറ്റിമീറ്റർ ലൈൻ. ആ ഇവിടം തൊട്ട് ഇവിടം വരെ ആ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തില്ലേ? അപ്പോൾ ഈ ഓരോന്നും എത്രയായിരിക്കും? നമുക്കിവിടെ കിട്ടിയ 3 and 2/3 ആയിരിക്കും. അപ്പോൾ ഇത് 3 and 2/3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും, ഇത് 3 and 2/3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും, ഇതും 3 and 2/3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈക്വലായിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈക്വലായി കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് വരച്ചിട്ട് അതിൻ്റെ നമ്മുടെ ഈ പാരലൽ ലൈനിന് പാരലായിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിലൊക്കെ നമ്മുടെ ഈ 11 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ 11ൻ്റെ നമുക്ക് ഒരിക്കലും ഈ 3 and 2/3 എന്ന് പറയുന്നത് നമുക്ക് സ്കെയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേറൊരു ലൈനെ ചെയ്യണം. കാരണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയറി എന്താണ്? അതായത് ഇങ്ങനെ വരയ്ക്കുന്ന പാരലൽ ലൈൻ അതിൽ കൂടെ വരുന്ന ആ ലൈൻസിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതിനൊക്കെ ഈ പോയിന്റുകൾക്ക് പാരലായിട്ടാണ് ഈ ലൈൻസൊക്കെ വരച്ചിരിക്കുന്നത്. അപ്പം അത് ഈ 11 എന്ന് പറയുന്ന ലൈനെയും ഇതുപോലെ 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റും. ഈ 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റും. അപ്പോൾ ഈ ഓരോ കഷ്ണം അല്ലെങ്കിൽ ഓരോ പാർട്ട് എന്ന് പറയുന്നതും നമുക്ക് വേണ്ട 3 and 2/3 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ആ മെഷർമെൻറ്റ് കിട്ടി. ഇനി നമ്മളോട് ഇത് വെച്ചിട്ട് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നോക്കിയേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കോമ്പസിൽ മെഷർ ചെയ്തെടുക്കാം അല്ലേ? നോക്കിയേ, കോമ്പസ് ഇവിടെ വയ്ക്കുക. പിന്നെ അത് ഈ ഒരു പോയിൻ്റ്, ഈ ഒരു കഷ്ണം നമ്മൾ മെഷർ ചെയ്ത് കോമ്പസിലെടുത്തു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 3 and 2/3 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്കും ഈ പോയിന്റിൽ നിന്നും ഓരോ ആർക്ക് വരച്ചു കൊടുത്താൽ നമുക്കത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളാക്കി വരച്ചൂടെ? ഈ പോയിന്റിൽ നിന്നും ഒരാൾക്ക് കൊടുത്തു,
പിന്നെ ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് കൊടുത്തു. അപ്പോൾ ഇതാ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി. ഇനി ഈ പോയിന്റും ഇതും തമ്മിൽ യോജിപ്പിക്കാം. ഇവിടെ ഓൾറെഡി ഇതിങ്ങനെ യോജിക്കുന്നുണ്ട്. അത് പക്ഷെ അങ്ങനെ വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഈ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടിക്കാം. അപ്പോൾ നോക്കിയേ, ഇതും എനിക്ക് 3/2/3 ആണ്, ഇതും 3/2/3 ആണ്. അപ്പോൾ ഈ 3 സൈഡ് 1 2 3 ഈ 3 സൈഡും എന്താണ് ഈക്വലായി അല്ലേ. അപ്പോൾ ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളായി. അപ്പോൾ ഏതാണ് ഇതിൽ നമ്മുടെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഇതാ ഈ ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ട്രയാങ്കിളാണ് വരച്ചത്, ഇവിടെ നമുക്ക് സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടത് 15 സെൻറ്റിമീറ്ററിനെയാണ് നമുക്ക് അതിൻ്റെ പെരിമീറ്റർ വരേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ ജസ്റ്റ് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഈ 4 സൈഡും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ 15 കിട്ടണം. അതായത് 4 ഇൻറ്റു സൈഡ് നമുക്ക് എത്ര കിട്ടണം? 15 എന്ന് കിട്ടണം. ഓക്കെ, 4 ഇൻറ്റു സൈഡ് 15 കിട്ടണം. അപ്പോൾ നമ്മൾ ഈ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എത്ര കിട്ടണം എന്നറിയാമല്ലോ. ഈ ഒരു സൈഡ് എത്ര കിട്ടണം എന്നറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ഇൻറ്റു 3 12 അല്ലേ. ബാക്കി ഇവിടെ 3 വരും ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ഇൻറ്റു 3 12 കിട്ടി. അപ്പോൾ നമ്മളിതിനെ 12ന് 3 കിട്ടി. അപ്പോൾ നമുക്ക് 3 and 3/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 and 3/4 ആണ് ഒരു സൈഡ് വരിക. അതായത് ഈ ഒരു സൈഡ് 3 and 3/4 വരും, ഇതും 3 and 3/4 വരും, ഇതും 3 and 3/4, ഇതും 3 and 3/4. അപ്പോൾ നമുക്ക് ഈ 3 and 3/4 എന്നുള്ള ഒരു സൈഡ് കിട്ടിയാൽ പിന്നെ നമുക്ക് സ്ക്വയർ വരച്ചെടുക്കാമല്ലോ, അത് പ്രശ്നമില്ല. പക്ഷേ ഈ 3 and 3/4 എന്ന് പറയുന്ന ലെങ്ത്ത് കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഈ 15 സെൻറ്റിമീറ്റർ ലൈനെ 4 ഈക്വൽ പാർട്സ് ആക്കണം അല്ലേ. 4 ഈക്വൽ പാർട്സ് ആണ് ആക്കേണ്ടത്. 4 ഈക്വൽ പാർട്സ്, കാരണം നമ്മളിവിടെ സ്ക്വയർ അല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആക്കണം. പക്ഷെ നമ്മൾ 15നെ 4 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് നമ്മൾ ഏതാണോ നമുക്ക് ആക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനെ 15നെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് എടുത്ത് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന 4 ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റാവുന്ന ഒരു സെൻറ്റിമീറ്റർ ഉള്ളൊരു ലെങ്ത് ഉള്ളൊരു മെഷർമെൻറ്റ് എടുക്കുക. അതായത് ഒരു ലൈനിൻ്റെ അളവെടുക്കുക. അപ്പോൾ നമുക്ക് 12 സെൻറ്റിമീറ്റർ എന്ന് എടുത്ത് നോക്കാം അല്ലേ. നോക്കി, 12 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ 4 ഇൻറ്റു 3 12 ആണ്. അപ്പോൾ 4 പീസാക്കണമെങ്കിൽ 3 സെൻറ്റിമീറ്റർ വീതം എടുത്താൽ പോരെ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വീതമുള്ള 4 പീസ് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ 12 സെൻറ്റിമീറ്റർ എടുക്കാം. അതുപോലെ 15 സെൻറ്റിമീറ്ററും വരച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വരച്ച പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, നമുക്ക് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് 2 രീതിയിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ 15 ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 12 വരയ്ക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാനിവിടെ 12 വരയ്ക്കുന്നുണ്ട്. അപ്പോൾ 12 സെൻറ്റിമീറ്റർ വരയ്ക്കാം. 12 സെൻറ്റിമീറ്ററിലേക്ക് വരച്ചു. ഈ 12 സെൻറ്റിമീറ്ററിനെ നമുക്ക് എത്ര ഈക്വൽ പീസാക്കണം? ഇത് 12 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ 4 ഈക്വൽ കഷ്ണങ്ങളാക്കണം. അപ്പോൾ ഓരോ കഷ്ണവും 3 സെൻറ്റിമീറ്റർ വീതം എടുത്താൽ പോരെ. അപ്പോൾ ഓരോ കഷ്ണവും നിങ്ങൾ 3 സെൻറ്റിമീറ്റർ വീതം കുത്തിടുക. ഇതാ 3-ലൊരു കുത്തിട്ടു, 6-ൻ്റെ അവിടെ ഒരു കുത്തിട്ടു, 9-ൻ്റെ അവിടെ ഒരു കുത്തിട്ടു. അതാ നമ്മൾ എത്രയായി? നമുക്ക് മൊത്തം എന്താ 1 2 3 4 പീസ് കിട്ടി അല്ലേ. 4 പീസ് കിട്ടി. ഈ ഓരോ പീസും എത്ര സെൻറ്റിമീറ്റർ വീതമായിരിക്കും? 3 സെൻറ്റിമീറ്റർ വീതമല്ലേ. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കിയേ, മൊത്തം 12 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ആരെയാണ് വരയ്ക്കേണ്ടത്? 15 സെൻറ്റിമീറ്ററിനെയാണ് നമ്മുടെ 4 ഈക്വൽ കഷ്ണമാക്കി മാറ്റേണ്ടത്. നമുക്ക് 4 ഈക്വൽ കഷ്ണമാക്കി മാറ്റേണ്ടത് അല്ലേ. അപ്പോൾ 15നെ നമുക്ക് 4 ഈക്വൽ കഷ്ണമാക്കിയാലേ ഒരു കഷ്ണം നമുക്ക് എത്ര കിട്ടുള്ളൂ? 3 and 3/4 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 15 വരയ്ക്കാം. അപ്പോൾ 15 സെൻറ്റിമീറ്റർ വരയ്ക്കാനായിട്ട് നമ്മളിവിടെ നിന്ന് ഒന്നെങ്കിൽ ആർക്ക് വരച്ച് നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്ററിലേക്ക് വരച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ നിന്ന് 15 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതാണ് 15 സെൻറ്റിമീറ്റർ ഇവിടെ കേട്ടോ. 15 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക്
ഈ പോയിൻറ്റും നമ്മുടെ 12ൻ്റെ ഈ സെൻറ്റിമീറ്ററുള്ള ഈ പോയിൻ്റ് നമ്മൾ യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഇത് നമ്മുടെ 15 സെൻറ്റിമീറ്ററുള്ള ലൈനാണ്. ഇനി ഇതിനെ നമുക്ക് ഈക്വൽ പീസുകളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടേക്കാണ് ഈ ഒരു പോയിന്റിൽ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരെണ്ണം വരും അല്ലേ. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് ഈ ഒരു ലെങ്ത്ത് ഇത് മാറരുത്, നന്നായി അമർത്തി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വന്നല്ലോ, സ്കെയിൽ മാറ്റാതെ ഈ സെറ്റ് സ്ക്വയർ മാത്രം ഇങ്ങനെ നീക്കി കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ പോയിൻ്റ് എത്തുമല്ലോ. ഇതാ ഇവിടെ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് അടിയിൽ ഇതാണ് നമ്മുടെ പോയിൻ്റ്. ആ പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പം നമ്മുടെ 15 സെൻറ്റിമീറ്റർ ലൈനിന് ഒരു കട്ടിങ് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ. അത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്കെയിൽ മാറ്റണ്ട, സെറ്റ് സ്ക്വയർ മാത്രം വീണ്ടും നീക്കി 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 പോവുക, അടുത്ത പോയിന്റിലേക്ക് പോവുക. അടുത്ത പോയിൻ്റ് എവിടെയാണ്? ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കാം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ഇത് മാറ്റണ്ട, സ്കെയിൽ മാറ്റണ്ട, നിങ്ങൾ സെറ്റ് സ്ക്വയർ മാത്രം മൂവ് ചെയ്യിക്കുക. ഇവിടെയാണ് നമ്മുടെ അടുത്ത പോയിൻ്റ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. അങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കട്ട് ചെയ്ത ലൈൻ, ഇതാണ് നമ്മുടെ അടുത്ത ലൈൻ, ഇതാണ് നമ്മുടെ അടുത്ത ലൈൻ. അപ്പോൾ നോക്കി, ഇതൊക്കെ പാരലൽ ലൈൻസ് ആയിട്ട് കിട്ടിയല്ലോ. ഇതൊക്കെ പാരലൽ ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ പാരലൽ ലൈൻസുകൾ എന്ത് ചെയ്തോളും, ഈ നമ്മുടെ 15 സെൻറ്റിമീറ്ററിനെയും ഈക്വൽ 4 പീസാക്കിയിട്ടുണ്ടാവും. അതിൽ ഓരോ പീസും എത്രയായിരിക്കും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. 3 and 3/4 ആയിരിക്കും ഈ പീസ്. ഇതും 3 and 3/4 ആയിരിക്കും, ഇതും 3 and 3/4 ആയിരിക്കും, ഇതും 3 and 3/4 ആയിരിക്കും. അങ്ങനെ നമ്മൾ 4 പീസുകളാക്കി മാറ്റി. ഓക്കെ, 4 പീസ് ആക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പീസ് 3 and 3/4 കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഈ ഒരു മെഷർമെൻറ്റ് നമ്മുടെ കോമ്പസിലെടുക്കുക. അപ്പോൾ നമുക്ക് 3 and 3/4 കിട്ടി അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ 3 and 3/4. 3 and 3/4 തന്നെയല്ലേ ഇതാ. ഇതും 3 and 3/4 തന്നെയല്ലേ, ഇതും 3 and 3/4 തന്നെയാണ്. കണ്ടോ? അപ്പോൾ നമുക്കെല്ലാം ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ പീസുകളും എത്ര വീതം കിട്ടും? 3 and 3/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 3 and 3/4 ഉണ്ട്, എല്ലാ പീസും 3 and 3/4 കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് വരച്ചെടുക്കാം, സ്ക്വയർ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഞാനിതിലൊരു പീസ് സെലക്ട് ചെയ്തു. ഈ പീസ് എന്ന് വരയ്ക്കാം നമുക്ക്. നിങ്ങളുടെ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നിങ്ങളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചെടുക്കുക. ഓക്കെ, ഈ പോയിൻറ്റിൻ്റെ അവിടെ. അപ്പോൾ നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് നേരെ വരയ്ക്കുന്നത് എന്തായിരിക്കും, അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈനായിരിക്കും. അതങ്ങോട്ട് വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചെടുത്തു. അങ്ങനെ 2 പെർപെൻഡിക്കുലർ ലൈൻസ് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ച് വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ലെങ്ത്ത് ഉണ്ടല്ലോ, ഈ 3 and 3/4 എന്ന് പറയുന്ന ലെങ്ത്ത്, അത് നമ്മൾ നമ്മുടെ കോമ്പസിലെടുത്തിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് ഈ വരച്ച ലൈനിലേക്ക് ഒരു ആർക്ക് കൊടുക്കുക, ഇപ്പുറത്തെ പോയിൻറ്റിൽ നിന്നും ഒരു ആർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ 2 പോയിൻറ്റുകൾ കിട്ടുമല്ലോ. ആ 2 പോയിൻറ്റുകളെ നമ്മൾ യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ സ്ക്വയർ ഇവിടെ കിട്ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? ഇതിൻ്റെ മെഷർമെൻറ്റ് 3 and 3/4 ആണ് എല്ലാ സൈഡിലും വരിക അല്ലേ. 3 and 3/4, 3 and 3/4, 3 and 3/4. ടോട്ടൽ ഇതാണ് 15 സെൻറ്റിമീറ്റർ പെരിമീറ്ററുള്ള നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? തേർഡ് പ്രോബ്ലം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. അതായത് 20 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള
ചുറ്റളവുള്ള ഒരു ഹെക്സഗണാണ് നമുക്ക് വരയ്ക്കേണ്ടത്. എന്താണ് വരയ്ക്കേണ്ടത്? ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിന് 6 സൈഡുകൾ ഉണ്ടായിരിക്കും അല്ലേ? എത്ര സൈഡുകൾ ഉണ്ടായിരിക്കും? 6 സൈഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഹെക്സഗണിന് 6 സൈഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ 6 സൈഡുകളുള്ള ഹെക്സഗണാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, അതും റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 6 സൈഡുകളും ഈക്വൽ ആയിരിക്കും അല്ലേ? റെഗുലർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഈക്വൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ 6 സൈഡുകളും ഈക്വൽ, അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇതെല്ലാം എക്സ് ആയിരിക്കും. ഓക്കെ, എല്ലാ എക്സും കൂട്ടിയാൽ 20 കിട്ടണം എന്നാണ് അവർ പറയണത്. എന്നുവെച്ചാൽ ഈ 6 എക്സുകളും കൂട്ടിയാൽ എന്നുവെച്ചാൽ 6 ഇൻറ്റു എക്സ് ആയിരിക്കുമല്ലോ, അതായത് അത് 20 കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ സൈഡും കൂട്ടുമ്പോൾ നമുക്ക് 20 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ സൈഡും കിട്ടാനായിട്ട് നമ്മൾ ഈ 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഒരു സൈഡ് കിട്ടാനായിട്ട്. ഒരു സൈഡ് കിട്ടിയാലല്ലേ നമുക്ക് ഏത് അളവാണ് കിട്ടുകയെന്ന് അറിയുള്ളൂ, അതായത് ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 6 കൊണ്ട് നമ്മൾ 20ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമ്മൾ 15 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. കാരണം അതിൻ്റെ ഒരു സൈഡ് കാണണമെങ്കിൽ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 6 സൈഡ് ഉണ്ടെന്ന്. അതറിയാത്തൊരു കുട്ടിക്ക് ഈ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഹെക്സഗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഡെക്കഗൺ വരെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ട്രയാങ്കിള്, അതുപോലെ സ്ക്വയർ, റെക്റ്റാങ്കിൾ, അങ്ങനത്തെ ഷേപ്പുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ 5 സൈഡുള്ള പെൻറ്റഗൺ, 6 സൈഡ് ഹെക്സഗൺ, 7 സൈഡ് ഹെപ്റ്റഗൺ, 8 സൈഡാണെങ്കിൽ ഒക്ടഗൺ, 9 സൈഡാണെങ്കിൽ നോനഗൺ, 10 സൈഡാണെങ്കിൽ ഡെക്കഗൺ. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹെക്സഗൺ എത്രയാണ്? 6 സൈഡാണ്. ഇനി ഇപ്പോൾ 6നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് 6 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 6 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 6s are 18 എന്ന് കിട്ടും അല്ലേ? ബാക്കി നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 3 and 2/6 എന്ന് കിട്ടും. ഈ 2/6നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. 3 and 2ൻ്റെ ടേബിളിൽ രണ്ടും പോവുമല്ലോ. ഇത് 1 times, ഇത് 3 times, 1/3 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടും? 3 and 1/3 എന്ന് കിട്ടും. അപ്പോൾ 3 and 1/3 ആണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു സൈഡ് കേട്ടോ. അതായത് റെഗുലർ ഹെക്സഗൺ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് 3 and 1/3 ആയിരിക്കും. അതുപോലെ ഇതും എല്ലാ സൈഡുകളും 3 and 1/3 തന്നെ ആയിരിക്കും റെഗുലർ ഹെക്സഗൺ. അപ്പോൾ നമുക്കിതെങ്ങനെ വരയ്ക്കാം നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾക്ക് ആദ്യം അപ്പോൾ നമ്മൾ ഈ 20 സെൻറ്റിമീറ്ററിനെ 3 and 1/3 കട്ട് ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ഒരു അളവ് എന്തിലില്ല? നമ്മുടെ സ്കെയിലിലില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 20നോട് അടുത്ത ഒരു മെഷർമെൻ്റ് എടുത്തിട്ട്, അതായത് നമുക്ക് 6 ഈക്വൽ പീസാക്കണം. 6 ഈക്വൽ പീസാക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ 18 സെൻറ്റിമീറ്റർ എടുക്കാം. കാരണം 3 6s are എന്താണ്? 18 അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ പീസും ഓരോ ഭാഗവും 3 സെൻറ്റിമീറ്റർ വീതം എടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ 6 കഷ്ണങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് 18 എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിവിടെ 18 എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഒരെണ്ണം നമ്മൾ 20നാണ് കട്ട് ചെയ്യാൻ പോണത്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു 6 ഈക്വൽ പീസാക്കാൻ പറ്റുന്ന ഒരു ലെങ്ത്താണ് 18 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ ലെങ്ത്ത് നമ്മൾ ആദ്യം എടുത്ത് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എന്ത് വരയ്ക്കേണ്ട? ആദ്യം തന്നെ 18 സെൻറ്റിമീറ്റർ നമുക്ക് വരച്ചെടുക്കാം. ഇവിടെ 18 സെൻറ്റിമീറ്റർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 18 സെൻറ്റിമീറ്റർ അതിന് ഞാൻ എന്ത് ചെയ്യണം? 3 വെച്ചിട്ട് കട്ട് ചെയ്യണം അല്ലേ? 6 ഈക്വൽ പീസുകളാക്കണം. അപ്പോൾ ഞാൻ 3 വെച്ചിട്ട് ഇതിനെ 6 ഈക്വൽ പാർട്സ് ആക്കാൻ പോവാണ്. ഓക്കെ, ഇതാ 3 1 2 3 4 5 6. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ഇത് വരും. ഇതും 3 സെൻറ്റിമീറ്റർ വരും, ഇതും 3 സെൻറ്റിമീറ്റർ വരും. ഇവിടെ നിന്ന് ഇവിടെ വരെ 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ വീതമുള്ള 6 പീസാക്കിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് 18 സെൻറ്റിമീറ്ററിന്. ഇനി നമുക്ക് വരയ്ക്കേണ്ട ലെങ്ത്ത് എത്രയാണ്? നമുക്ക് 20 സെൻറ്റിമീറ്ററിനെയാണ് ഇതുപോലെ 6 പീസാക്കി കട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ 20 സെൻറ്റിമീറ്ററിനെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ലെങ്ത്ത് എടുത്ത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 20 സെൻറ്റിമീറ്റർ ആണ് വരിക. നിങ്ങൾ 20 സെൻറ്റിമീറ്റർ നിങ്ങളുടെ സ്കെയിലിൽ വരയ്ക്കാം.
ഓക്കെ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഇവിടെ നിന്ന് എൻ്റെ ഇവിടേക്ക് ഇത്തിരി കടന്നു പോയി. അപ്പം ഞാനിത് ഒരു പേജിൽ കുറച്ച് സ്പേസ് കുറവുള്ളത് കാരണമാണ് കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേജിൽ അത് കറക്റ്റായിട്ട് വരയ്ക്കാം. അപ്പം ഞാനിവിടെ നിന്ന് ഇതിനെ യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. ആർക്കെടുത്ത് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. എനിക്ക് ഇങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെത്രയാണ്? ഇതാണ് നമ്മുടെ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ഈ ലൈനിനെ നമ്മൾ നമ്മുടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഈ ഒരു പാരലൽ ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ. ഈ ഓരോ പോയിന്റിലേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാരലൽ ലൈൻസിനെ വരയ്ക്കണം. ഈ പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ് എല്ലാത്തിലേക്കും അങ്ങനെ നമുക്ക് 6 പീസുകൾ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പോലെ സ്കെയിൽ അനക്കാണ്ട് വെക്കുക. സെറ്റ് സ്ക്വയർ മാത്രം മൂവ് ചെയ്യിക്കുക. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈൻ കിട്ടും. ഇനി അടുത്തത് സെറ്റ് സ്ക്വയർ മാത്രം മൂവ് ചെയ്ത് നമ്മുടെ ഈ പോയിന്റ് എത്തുമ്പോൾ അവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഇനി വീണ്ടും മൂവ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത പോയിന്റ് എത്തുമ്പോൾ അവിടെ ഒരു ലൈൻ വരയ്ക്കുക. അടുത്ത നമ്മുടെ പോയിന്റ് എത്തുമ്പോൾ അവിടേക്ക് ഒരു ലൈൻ കൊടുക്കുക. ഇനിയൊരു പോയിൻറ്റും കൂടി ഉണ്ട്. നമ്മുടെ സ്കെയിൽ അനങ്ങാണ്ട് നോക്കണം. ഇവിടെയാണ് നമ്മുടെ ഇവിടുത്തെ പോയിൻ്റ്. ഇതന്നെ നേരെ പോയിട്ട് ഇവിടെ അല്ലേ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേരെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമ്മുടെ ഈ ലൈനിനെ, അതായത് ഈ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലൈന് 1 2 3 4 5 6 ഈക്വൽ പീസുകളാക്കി മാറ്റി. ഇത് ഓരോന്ന് എത്രയായിരിക്കും? 3 and 1/3 ആയിരിക്കും അല്ലേ. അതായത് 3 and 2/3 ചെറുതാക്കിയതല്ലേ 3 and 1/3. അപ്പോൾ ഈ 3 and 1/3 ആണ്. ഇതും 3 and 1/3 ആണ്. ഇതും 3 and 1/3 ആണ്. ഇതും 3 and 1/3. അങ്ങനെ എല്ലാ പീസും 6 പീസ് ഉണ്ട് ഇവിടെ. 6 പാർട്ട് ഉണ്ട്. 1 2 3 4 5 6 ഈ 6 പാർട്ടും നമുക്ക് 3 and 1/3 ആണ് കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെക്സഗണാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത് ആയിരിക്കും ഹെക്സഗണിൻ്റെ ഒരു സൈഡ് വരിക അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് 6 സൈഡുകൾ വരച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാം ഹെക്സഗൺ എങ്ങനെ വരയ്ക്കും. നമ്മൾ ഈക്വലായിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി അറിയണം. ഈ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്ന ആളുടെ ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയണം. റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു പ്രത്യേകത, ഈ ആംഗിളുകളൊക്കെ ഈക്വലായിരിക്കും അല്ലേ. ഈ ആംഗിളുകളൊക്കെ സെയിം ആണ്, കാരണം റെഗുലറാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? n-2 × 180 ആണ് ഈ ടോട്ടൽ ആംഗിൾ കിട്ടുക. ഈ 6 ആംഗിളും കൂട്ടിയാൽ കിട്ടുന്നത് n-2 × 180 ആണ്. അപ്പോൾ എന്നിന് നമുക്ക് എത്രയാണ് ഇതിൻ്റെ സൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. n എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് എത്ര സൈഡ് ഉണ്ടെന്ന്. അപ്പോൾ 6 സൈഡ്, ഹെക്സഗണ് 6 സൈഡ്, -2 ചെയ്യുക, × 180 ചെയ്യാം. അപ്പോൾ 4 × 180 നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 720 എന്ന് കിട്ടും അല്ലേ. 720 എന്നാണ് ടോട്ടലായിട്ട് കിട്ടുക. അതായത് ഇതെല്ലാം കൂട്ടിയത്, അതായത് 6 ആംഗിളുകളുടെയും സമ്മാണ് ഇത് 720. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഒരു ആംഗിൾ എന്ന് പറയുന്നത് 720നെ നമ്മൾ ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ 720നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 6 1 2 2 ബാക്കി 0 മുകളിലിടുമ്പോൾ 120 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരാംഗിൾ എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരാംഗിൾ 120 ആണ്. അപ്പോൾ എല്ലാ ആംഗിളും 6 ആംഗിളും 120 ആയിരിക്കും അല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രൊട്രാക്ടറിൻ്റെയും കൂടി ആവശ്യമുണ്ട്. കാരണം ഓരോ ആംഗിളും 120 ഡിഗ്രി വെച്ച് നമ്മൾ വരച്ച് പോകണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഹെക്സഗണിൻ്റെ ഒരു സൈഡായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? 120 വെക്കണം അല്ലേ. മുകളിലേക്ക് എനിക്ക് വരയ്ക്കാൻ സ്ഥലം ഇല്ലാണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ താഴത്തേക്കാണ് ഹെക്സഗൺ വരയ്ക്കണേ. നിങ്ങൾക്ക് മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്കും വരയ്ക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വരച്ച് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടേക്ക് ഞാനിവിടെ സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ താഴത്തേക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. പ്രൊട്രാക്ടർ ഞാൻ വെച്ചു. ഇനി ഇങ്ങോട്ടല്ലേ, അപ്പോൾ ഇവിടുത്തെ 0 120 നോക്കുക. 120 നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക.
അപ്പോൾ ഇവിടേക്കാണ് ലൈൻ വരുന്നത് 120-യുടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് വരയ്ക്കുക. അടുത്തത് നമ്മൾ കിട്ടിയ, അപ്പോൾ ഇത് 120 കിട്ടിയല്ലോ. ഇനി ഈ നീളമല്ലേ ഇങ്ങോട്ട് വേണ്ടത്. അപ്പോൾ ഇതെത്രയാണ് നോക്കുക. ഇതെത്രയാണ് നമുക്ക് നമ്മുടെ കോമ്പസിൽ നമ്മളിത് എടുത്തു വെച്ചിട്ടുണ്ട്. 3 and 1/3. അത് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾക്ക് വരച്ച ലൈമയ്ക്ക് ഒരു കട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ പോയിൻ്റ് ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ആ പോയിന്റിലേക്ക് വയ്ക്കുക. എന്നിട്ട് 120 എടുക്കുക. അപ്പോൾ ഈ പോയിന്റിലേക്ക് വെച്ചു. നമ്മൾ 120 ഇവിടെ നിന്ന് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ 120 എന്ന് പറയുന്നത് ഈ ലൈനിലാണ് കേട്ടോ നോക്കണ്ടേ. അപ്പോൾ ഇവിടെ 120 വരും. ഓക്കെ. അപ്പോൾ ഞാൻ 120-യുടെ അവിടേക്ക് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ഇനി ഇതിലും നമ്മൾ എത്ര തന്നെയാണ് ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ഈ ലൈൻമേയും കട്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലൈനല്ലേ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച 3 and 1/3. ഇത് വേണം എല്ലാ സൈഡും വരാൻ. അപ്പോൾ ഈ സൈഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ മെഷർ ചെയ്തെടുത്ത് വരച്ച ലൈൻമേ ആ ഒരു മെഷർമെൻറ്റ് കൊടുക്കുക. അതായത് 3 and 1/3-യുടെ അളവ്. അപ്പോൾ ഇത് 3 and 1/3 നമ്മളിവിടെ എഴുതി. ഇത് 3 and 1/3 നമ്മളിവിടെ എഴുതി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പുതിയ പോയിന്റ് വന്നത് അല്ലേ. ഇനി ഈ പോയിന്റിൽ വെച്ചിട്ട് അടുത്ത 120 ഡിഗ്രി മെഷർ ചെയ്യാം. അപ്പോൾ ആ പോയിന്റിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഈ ലൈൻ നോക്കി 120 ഇങ്ങനെ നോക്കി മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ വരും 120 എന്ന് പറയുന്നത്. അവിടേക്ക് വരയ്ക്കുക. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഈ 120-ലേക്ക് വരയ്ക്കുന്നുണ്ട്. ഇനി ഈ 120-ലേക്ക് വരയ്ക്കുമ്പോൾ ഇതിലേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ മെഷർമെൻറ്റ് കൊടുക്കണ്ടേ. ഇതേ അളവ് ഇവിടെ ഈ ലൈൻമേയും വരയ്ക്കണം. കാരണം നമ്മുടെ ഹെക്സഗണിൻ്റെ ഓരോ സൈഡും 3 and 1/3 ആണ്. അപ്പോൾ ഇതും 3 and 1/3 എന്ന് കിട്ടും. ഇത് 3 and 1/3. നമ്മുടെ പുതിയ പോയിൻ്റ് ഇവിടെ വരിക അല്ലേ. ഇനി ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടല്ലേ ലൈൻ പോകുന്നത്. 120 വീണ്ടും എടുക്കുക. ഇവിടെയാണ് 120 വരിക. അപ്പോൾ 120-ലേക്ക് വീണ്ടും ഞാനിത് വെച്ചിട്ട് ജോയിൻ ചെയ്തു. ഇനി ഇതിൽ വീണ്ടും നമ്മൾ എന്ത് കൊടുക്കണം, ഈ ലൈൻമേ 3 and 1/3-യുടെ മെഷർമെൻറ്റ് ഞാൻ ഈ കോമ്പസിൽ എടുത്ത് വെച്ചിരിക്കുന്നത് മാറ്റിയിട്ടില്ല. നിങ്ങൾ മാറ്റണ്ട, ലാസ്റ്റ് വരെ ഇതേ മെഷർമെൻറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതും നമുക്ക് 3 and 1/3 കിട്ടി. ഓക്കെ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ്. 1 2 3 4 അല്ലേ. ഇനി അടുത്ത മെഷർമെൻറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വീണ്ടും 120 എടുക്കുക. ഇതിങ്ങനെ 6 സൈഡ് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഹെക്സഗൺ കിട്ടുള്ളൂ. ഓരോ ആംഗിളും എടുത്തിട്ട് വേണം ഇത് മെഷർ ചെയ്ത് വരയ്ക്കാൻ. കാരണം ഓരോ ആംഗിളും 120 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇത് 120 ഡിഗ്രി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വരച്ചു. അപ്പോൾ ഇത് എത്ര കിട്ടി, ഇതും 3 and 1/3 കിട്ടി ഈ സൈഡ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് 3 and 1/3 കിട്ടി. ഇപ്പോൾ നോക്കി, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സൈഡ് 1 അല്ലേ. ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6-ാമത്തെ സൈഡ്. നിങ്ങൾക്ക് കാണാണ്ടല്ലോ അല്ലേ. 1 2 3 4 5 6 കണ്ടോ, 6 സൈഡും വരുന്ന ഹെക്സഗൺ നമ്മൾ വരച്ചെടുത്തത്. അപ്പോൾ നോക്കി, ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഈ എല്ലാ സൈഡുകളും ആംഗിളും മെഷർ ചെയ്തിട്ട് ഇതിങ്ങനെ വരച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആംഗിളും നമുക്ക് എന്ത് കിട്ടും, ഈ ഓരോ ആംഗിളും നമ്മൾ 120 വെച്ചിട്ടാണ് മെഷർ ചെയ്തത് വരച്ചത് അല്ലേ. ഈ ആംഗിൾ 120, ഓരോ ആംഗിളും 120 എടുത്ത് നമ്മൾ വരച്ച്, അതും ഈ ലെങ്ത്ത് ഓരോ ആംഗിൾ വരയ്ക്കുമ്പോഴും നമ്മൾ ഈ 3 and 1/3 കോമ്പസിൽ കട്ട് ചെയ്ത് പുതിയ പോയിൻ്റ് കണ്ടുപിടിച്ചാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾക്കിത് വരയ്ക്കാൻ അറിയാവുന്നതാണ്, നമ്മൾ വരച്ചിട്ടും അല്ലേ. വരയ്ക്കാൻ അറിയാത്തവർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ, ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് 120 വെച്ചിട്ടുള്ള നമ്മുടെ റെഗുലർ ഹെക്സഗൺ നമ്മളിവിടെ വരച്ചെടുത്തു. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഓരോ സൈഡും എത്രയായിരിക്കും, 3 and 1/3 ആയിരിക്കും. അതുകൊണ്ട് ഈ റെഗുലർ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ 20 ആയിരിക്കും. കാരണം എന്താ, ഈ 3 and 1/3 ഉണ്ടല്ലോ, ഈ 3 and 1/3 × 6 ചെയ്താൽ നിങ്ങൾക്ക് 20 കിട്ടും അല്ലേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. 3 and 1/3 എന്ന് പറയുമ്പോൾ ഇനി പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 10/3 എന്ന് വരും, × 6 എന്ന് വരും. അതായത് 60/3 എന്ന് വരും. 60/3 20 അല്ലേ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ 20 തന്നെയാണ്. നമ്മളിത് ഓൾറെഡി 20-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ച വാല്യൂ ആണിത്. അപ്പോൾ ഈ ഓരോ സൈഡും നമുക്ക് 3 and 1/3 കിട്ടി.
അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 18 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. അതിനെ 6 പീസാക്കി കട്ട് ചെയ്യണം, കാരണം നമ്മൾ ഹെക്സഗണാണ് വരയ്ക്കുന്നത്, റെഗുലർ ഹെക്സഗൺ. എന്നിട്ട് നമ്മുടെ ലൈൻ 20 സെൻറ്റിമീറ്റർ വരച്ചു. അതിലേക്ക് പാരലൽ ലൈൻസ് വരച്ച് നമ്മൾ ഈ ഓരോ പോയിൻ്റിൽ നിന്നും 6 കഷ്ണങ്ങളാക്കിയില്ല ഇതിനെ, മുകളിലത്തെ ലൈനിനെ. അതിലൊരു പീസ് എടുത്തിട്ടാണ് നമ്മൾ റെഗുലർ ഹെക്സഗണിൻ്റെ സൈഡാക്കിയിട്ട് ആംഗിൾ മെഷർ ചെയ്ത് വരച്ചത്. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർക്കെങ്കിലും ഇത് വരയ്ക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കണ്ട് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.